വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും പുതുതായിട്ട് വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മളുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഔട്ടിങ്ങിന് വന്നതാണ്. ദിവ്യേഷ് ചേട്ടനൊക്കെ കാലിക്കറ്റ് ബേസ്ഡ് ആണ്. അപ്പോൾ ചേട്ടനൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മളെല്ലാവരും കൂടി ലൂലിലേക്ക് വന്നതാണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഫുഡ് കഴിക്കാനോ അതുപോലെ ജസ്റ്റ് കുട്ടിക്ക് അവിടെ റൈഡിലൊക്കെ കയറണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നടന്നിട്ടുണ്ടായിരുന്നില്ല, കാരണം നമുക്ക് ഒട്ടും ടൈം ഉണ്ടായിരുന്നില്ല. അവർ കാലിക്കറ്റിലായതുകൊണ്ട് അവർക്ക് തിരിച്ചു പോകാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. ഒരു സാറ്റർഡേ വന്നതായിരുന്നു. അപ്പോൾ സാറ്റർഡേ ഇവിടെ നിന്നിട്ട് സൺഡേ നമ്മളെല്ലാവരും കൂടി ഒന്ന് കറങ്ങാൻ പോയതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അവിടെ ചെന്നപ്പോൾ കുറേ ഫാഷൻ ഷോ മീൻസ് അവരുടെ ഒരു വോക്കിംഗ് അത് ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് റാം വോക്ക് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. ഓരോരുത്തരെയും കാണാൻ നല്ല എന്താ പറയുക, നല്ല ക്യൂട്ട് ഔട്ട്ഫിറ്റ്, അതേപോലെ നല്ല എന്താ പറയുക ജെൻസ് കാറ്റഗറി പെടുന്ന കുറേ ആൾക്കാർ. പിന്നെ ഞങ്ങൾ കുട്ടിക്കുള്ള സാധനങ്ങൾ, അതായത് ആമിക്കുള്ള സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി, ബാഗ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഹൈപ്പറിലായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ഫിഷ് കാര്യങ്ങളൊക്കെ, പ്രോൺസൊക്കെ വലുതായിരുന്നു കേട്ടോ. ടൈഗർ പ്രോൺസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ചെറിയ ചെറിയ പള്ളത്തി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം റേറ്റും കാര്യങ്ങളും കുറവുമായിരുന്നു. നമുക്കപ്പോൾ മാരിനേറ്റഡ് ആയിട്ടുള്ള ഫിഷും അതുപോലെ തന്നെ ചിക്കൻ മീറ്റ് ഐറ്റംസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ അവൈലബിൾ ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈസിയാണ് ഇവിടെ നിന്ന് കുറച്ച് വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും വർക്കിംഗ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. പിന്നെ ഞങ്ങൾ മാഗിയൊക്കെ വാങ്ങിച്ചു കുട്ടിക്ക്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് പക്ഷേ വെജ് ആയതുകൊണ്ടിട്ട് മാക്സിമം ഞാൻ വെജിൻ്റെ സൈഡിലേക്കാണ് പോയത്. പക്ഷെ അവരത് അഡാപ്റ്റ് ചെയ്തു, അവരും കൂടുതൽ വെജാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അവർക്ക് ആവശ്യമുള്ള ചിക്കൻ സെപ്പറേറ്റ് അവർ പോയി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജ്യൂസ് കാര്യങ്ങളൊക്കെ എടുത്തു. ടെൻഡർ കോക്കനട്ട് ആയിരുന്നു ചേച്ചിയും ചേട്ടനും എടുത്തത്. അതുപോലെ തന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ജാമുണ്ട്, നമ്മുടെ ഞാവൽപ്പഴത്തിൻ്റെ ഒരു സാധനമായിരുന്നു. അതുപോലെ തന്നെ സാലഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ക്രീമി സാലഡ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കേട്ടോ. അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പിലിട്ട പൈനാപ്പിൾ ഉണ്ടായിരുന്നു, മാങ്ങ അച്ചാറ് പോലത്തെ ഒരു സാധനം, മാങ്ങയും മസാലയൊക്കെ പറ്റിയിട്ടുള്ളത്. പിന്നെ കുംബോച്ചയില്ലേ, കുംബായ, അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് വേണ്ടി ഗ്രിൽഡ് ആയിട്ടുള്ളതും പിന്നെ വേറെ എന്തോ ഐറ്റംസ് ചിക്കൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ പോയിട്ടുണ്ടായിരുന്നില്ല, കാരണം എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി എന്ന് തോന്നി. ഞാൻ വെജിൻ്റെ സ്പോട്ടിലേക്കാണ് പോയത്. ചേച്ചിയും ചേട്ടനും കൂടി വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടി കോമൺ ആയിട്ട് വെജ് ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ വെജ് നൂഡിൽസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കൂടെ ഞാൻ എനിക്ക് കഴിക്കാൻ വേണ്ടി പനീർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ചില്ലി ഡ്രാഗൺ പനീർ അങ്ങനെ എന്തോ ഒരു സാധനം, അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടീനെ അതിനകത്തെല്ലാം കയറ്റിയിരുത്തി ഇങ്ങനെ അവൻ കൽപ്പിക്കായിരുന്നു അന്തേട്ടൻ. അപ്പോൾ അതിൻ്റെ പുറകെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഫുഡും കാര്യങ്ങളൊക്കെ ബില്ല് ചെയ്യാൻ പോയി. ഒരു 3000 എബോ ആയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഫുഡ് മാത്രം എടുത്തതാണ്, വേറെ ഒന്നും ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും കൂടി പിന്നെ ഫുഡ് കോർട്ടിൽ പോയി. അപ്പോഴത്തേക്കും എൽദോസ് വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും കൂടി ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. സാലഡ്സ് 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഉപ്പിലിട്ടത്, ഇത് മാങ്ങ അച്ചാർ പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. മാങ്ങ അച്ചാറിൻ്റെ പൊടികൾ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നമുക്ക് ഫുഡ് കോർട്ടിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ലാഭമായിരിക്കും. ഓരോ കുഞ്ഞുങ്ങൾ ഓരോന്ന് സാധനങ്ങളൊക്കെ കാണിക്കുന്നത് കാണുമ്പോഴത്തേക്കും നമുക്കും ആഗ്രഹം വരുമല്ലോ. പക്ഷേ അമ്മയ്ക്കൊന്നും കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അമ്മയപ്പം പറഞ്ഞു അടുത്ത പ്രാവശ്യം, ഞാൻ പറഞ്ഞു അടുത്ത പ്രാവശ്യം വരുമ്പോൾ കൊണ്ടുവന്ന് നമുക്ക് വണ്ടർലയൊക്കെ പോവാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. വിഷമമൊക്കെ ആയിരുന്നു ആൾക്ക്, നല്ല രീതിയിൽ പിണങ്ങിയൊക്കെ ഇരിക്കുമായിരുന്നു. ലാസ്റ്റ് പോകുന്ന സമയത്ത് ഭയങ്കര കരച്ചിലുമായിരുന്നു. അവർക്ക് ഞങ്ങളെ വീട്ടിൽ പോകുന്നതിൻ്റെ വിഷമം ഉണ്ടായിരുന്നു. പ്ലസ് എന്താ പറയുക, ഈ റൈഡിലൊന്നും കയറാൻ പറ്റിയില്ലല്ലോ. പക്ഷേ ഇത്ര ദൂരം പോകേണ്ടതുകൊണ്ട് നമുക്ക് അവരെ പിടിച്ച് നിർത്താനും പറ്റില്ല. നല്ല രസമില്ല ഇങ്ങനെയുള്ള സാധനത്തിനകത്തൊക്കെ പോകുന്നത്. ഒത്തിരി റഷ് ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം, കാരണം സൺഡേ ഒക്കെ ആയതുകൊണ്ടിട്ടായിരിക്കും നല്ല റഷും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയെ പിണങ്ങിയിരിക്കുക, അമ്മേൻ്റെ അടുത്തൊക്കെ കാര്യമൊക്കെ പറഞ്ഞ് നല്ല മനസ്സിലാക്കുന്ന ഒരു കുട്ടി കേട്ടോ. അവളുടെ ആ ഒരു ഏജിൽ അവൾ നല്ല മെച്ചുവേർഡായിട്ടുള്ളൊരു കുട്ടിയാണ്. പോകുന്ന സമയത്ത് ഞങ്ങളെ മൈൻഡൊന്നും ചെയ്തൊന്നുമില്ല, കാരണം ഞാൻ മൂലയ്ക്ക് ഇരിക്കുകയായിരുന്നു. പക്ഷെ വണ്ടി എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ പുറകിൽ നിന്ന് വന്നിട്ട് ടാറ്റയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം കാണാം വിൻഡോ ഒക്കെ ഓപ്പൺ ആക്കിയിട്ട് ടാറ്റ വന്നിട്ട് പോവാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.